ഹായ് ഗൈസ്, സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡിലിൻ്റെ ഒരു മോഡ്യൂൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. സോ ഇപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഓക്കെ, നമ്മളിവിടെ യൂസർ ഇൻപുട്ട് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് നമ്മൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്താ വെച്ചാൽ മാക്സ് ലൈഫ് എൻ്റർ ചെയ്യാൻ നമ്മൾ പറയുന്നുണ്ട് യൂസറിൻ്റെ അടുത്ത്. സോ ബൈ ഡിഫോൾട്ട് 100 ആയിരിക്കും, അല്ലെങ്കിൽ യൂസർ എൻ്റർ ചെയ്യണമെങ്കിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂ നമ്മൾ യൂസ് ചെയ്യും. അത് കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളിവിടെ പാഴ്സിൻ്റെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ കിട്ടിയതിനെ നമ്മൾ നമ്പറാക്കി മാറ്റുന്നു, പിന്നെ അതിനെ നമ്മൾ വാലിഡേഷൻ ചെയ്യുന്നു. ഇവിടെ ഈ മാക്സ് ലൈഫ് എത്രയെന്ന് ചെക്ക് ചെയ്തിട്ട് അതിനെ വാലിഡേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. യൂസർ എൻ്റർ ചെയ്ത നമ്പർ ആണോ എന്നുള്ളത് 0-നേക്കാൾ വലിയ ആണോ, അതൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് വളരെ ഫോർഗീവിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. യൂസർ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം, ഈ നമ്പറിന് പകരം ഒരു ഹായ് ഹലോ എന്നൊക്കെ എങ്ങാനും അങ്ങനത്തെ പോലെ മെസ്സേജൊക്കെ അയച്ചാൽ അത് പാഴ്സിൻ്റെ ചെയ്യും. ആക്ച്വലി ഇവിടെ പാഴ്സിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പാഴ്സിൻ്റെ ഓഫ് ഹായ് ഹലോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ നോക്കണമെങ്കിൽ അത് എറർ ത്രോ ചെയ്യില്ല, അതിന് പകരം അത് NaN ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ NaN ചെക്ക് ചെയ്യുന്നത് ഓക്കെ കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ NaN വെച്ച് യൂസ് ചെയ്തിട്ട് ഇത് നമ്പർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഇങ്ങനെ ഇൻവാലിഡ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് തന്നെ ക്രാഷ് ആവും, എറർ വരാനും ചാൻസ് ഉണ്ട്. സോ ബട്ട് ജാവാസ്ക്രിപ്റ്റ് അങ്ങനെയല്ല. പക്ഷേ ട്രൈ ക്യാച്ച് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ റിയൽ എററൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ പാഴ്സിൻ്റെ ഒരു റിയൽ എറർ ത്രോ ചെയ്യുന്നില്ല. ട്രൈ ക്യാച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ റിയൽ എറർ ത്രോ ചെയ്യുകയും വേണം നമുക്ക്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് എറർ ത്രോ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പരമാവധി. അങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതൊരു സ്ട്രേഞ്ചായി തോന്നാം നിങ്ങൾക്ക്, ഞാൻ തന്നെ എറർ ത്രോ ചെയ്യണ്ടേ എന്നുള്ളത്. ബട്ട് റിയൽ വേൾഡ് ആപ്സിലും ആപ്പ് മൾട്ടിപ്പിൾ ഫയൽസായി സ്പ്ലിറ്റ് ചെയ്തിരിക്കും. വാലിഡേഷൻ ലോജിക്കൊക്കെ ഒരു പ്ലേസിലായിരിക്കും, ഹാൻഡ്ലിംഗ് ലോജിക്ക് മറ്റൊരു പ്ലേസിലായിരിക്കും. സോ എല്ലായിടത്തും ഇഫ് എൽസ് എഴുതുന്നേക്കാൾ എറർ ത്രോ ചെയ്ത് സെൻട്രലൈസ്ഡ് ഹാൻഡ്ലിംഗ് ആണ് മച്ച് ക്ലീനർ കോഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം യൂസർ ഇൻപുട്ട് ലോജിക്ക് ഒരു ഫംഗ്ഷനിലേക്ക് മൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതണം ഇവിടെ. ഓക്കെ, ഫംഗ്ഷൻ, അതിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് ഗെറ്റ് മാക്സ് ലൈഫ് വാല്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തു ഫംഗ്ഷന്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഈ യൂസർ എൻ്റർ ചെയ്ത വാല്യൂ ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇടാണ്, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാണ്. ഓക്കെ, ഞാൻ എന്നിട്ട് ഈ കോൺസ്റ്റ് പാസ്ഡ് വാല്യൂ ഈക്വൽ ടു പാർസിൻ്റെ ഓഫ് എൻ്റർഡ് വാല്യൂ കൊടുക്കാം. കോൺസ്റ്റ് പാസ്ഡ് വാല്യൂ ഈക്വൽ ടു ഇത്. സോ പാസ്ഡ് വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കണ്ടീഷൻ എടുക്കണം, Ctrl+X അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ചൂസ് ലൈഫിന് പകരം പാസ്ഡ് വാല്യൂ നമ്മൾ കൊടുത്തു ഇവിടെ. എന്നിട്ട് നമ്മളിവിടെ പാസ്ഡ് വാല്യൂ ഇവിടെ ഇഫ് എൽസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ പാസ്ഡ് വാല്യൂ ഇതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡീഫോൾട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ മാക്സ് ലൈഫ് വന്നിട്ട് നമ്മളെന്ന് വെച്ചാൽ 100ലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഞാൻ അതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ഇൻ കേസ് നമ്മൾ കറക്റ്റ് നല്ല നമ്പറാണ് കൊടുക്കുന്നത്, ലൈക്ക് ഒരു 50, 60 എന്നുള്ള നമ്പർ കൊടുക്കണമെങ്കിൽ പാസ് ചെയ്യും. സോ ഇത് കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പോൾ നമുക്ക് ആ വാല്യൂ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ നമ്മൾ എന്ന് വെച്ചാൽ പാസ്ഡ് വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചൂസ് മാക്സ് ലൈഫിന് പകരം നമ്മളിവിടെ എന്താ കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഗെറ്റ് മാക്സ് ലൈഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്തെടുക്കുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇൻകറക്റ്റ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ത്രോ ചെയ്യണം. സോ ഞാൻ ആ ത്രോ ചെയ്യാനുള്ള കീവേഡ് ത്രോ തന്നെയാണ്, ത്രോ. എന്നിട്ട് ഞാനിവിടെ ഒബ്ജക്റ്റിൽ ഞാൻ എഴുതാണ് മെസ്സേജ്. എന്നിട്ട് ഞാൻ സ്ട്രിങ്ങിൽ ഞാൻ മെൻഷൻ ചെയ്യണേ ഇൻവാലിഡ് യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പാസ്ഡ് വാല്യൂ എന്ന കോൺസ്റ്റൻറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു.
ഓക്കെ, ഇവിടെ നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ ലൈക്ക് യൂസറിൻ്റെ നമ്മൾ വാല്യൂ എടുക്കുന്നു, എത്രയാണ് മാക്സ് ലൈഫ് കൊടുക്കാമെന്ന് വെച്ചാൽ ആ വാല്യൂ എടുക്കുന്നു. അതിനുശേഷം പാസ്ഡ് വാല്യൂ എന്നുള്ള നമ്മളൊരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ വാലിഡേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ ഇവിടെ സോ ബേസിക്കലി ഇത് നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ, യൂസർ കൊടുക്കുന്ന നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ത്രോ ചെയ്യുകയാണ്. ത്രോയിൽ മെസ്സേജ് നമ്മൾ കൊടുക്കുക ഇൻവാലിഡ് യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ത്രോ ചെയ്യുകയാണ്. സോ എറർ ക്യാൻ ബി സ്ട്രിങ് ആവാം, നിങ്ങൾക്ക് നമ്പർ കൊടുക്കാം, ഒബ്ജക്റ്റ് കൊടുക്കാം. കൺവെൻഷനായി ഒബ്ജക്റ്റ് പ്ലസ് മെസ്സേജ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മെയിൻ കോഡിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചൂസ് മാക്സ് ലൈഫ് നമ്മൾ കൊടുത്തതിൽ നമ്മൾ ഗെറ്റ് മാക്സ് ലൈഫ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വാലിഡ് ഇൻപുട്ട് കേസ് ആണെങ്കിൽ ബ്രൗസർ റീലോഡ് ചെയ്യുക, എന്നിട്ട് എൻ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കറസ്പോണ്ടിങ്ങിൽ ആ വാല്യൂ നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ നമുക്ക് കാണിക്കണമെങ്കിൽ തിരിച്ച് ബ്രൗസറിൽ പോയിട്ട് നമുക്ക് 100 തന്നെ കൊടുക്കുകയാണെങ്കിൽ ഷോലോഗ് ഒന്നും എല്ലാം കുഴപ്പമില്ല, വർക്ക് ആവുന്നുണ്ട്. ഇപ്പം ഞാൻ ഒന്നും കൂടി റീലോഡ് ചെയ്തിട്ട് ഞാനിവിടെ ഹായ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഓക്കെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും എറർ മെസ്സേജ് വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, സോ നമുക്ക് ഒരു എറർ വന്നു, ഇൻവാലിഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളറിൽ എറർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇൻവാലിഡ് ഇൻപുട്ട് കൊടുത്തിരുന്നെങ്കിൽ. ഓക്കെ, ഇനി സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ അപ്പോൾ സ്റ്റോപ്പ് ആയിരിക്കും. ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റെസ്പോൺസ് ഒന്നും നമുക്ക് കാണില്ല ഇവിടെ, കാരണം ഇവിടെ ബ്രേക്കായി. കാരണം ബ്രേക്കല്ല, ലൈക്ക് നമ്മൾ എറർ എടുക്കുന്നത് ഹാൻഡിൽ ചെയ്തിട്ടില്ല, ഈ എറർ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഇവിടെ സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആയിരിക്കും. ബട്ടൺസ് ക്ലിക്ക് ചെയ്താലും റെസ്പോൺസ് ഒന്നും കിട്ടില്ല. ഇത് ഇൻറ്റൻഷനലാണ് ആക്ച്വലി. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് സ്ക്രിപ്റ്റൊക്കെ സ്റ്റോപ്പ് ആയി എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ത്രോ ചെയ്ത എറർ ക്യാച്ച് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. സോ ജാവാ സ്ക്രിപ്റ്റിൽ ഡീഫോൾട്ട് ബിഹേവിയറാണ് സ്ക്രിപ്റ്റ് ക്രാഷ് ആവും എന്നുള്ളത്. സോ ഇതാണ് എവിടെയാണ് നമ്മൾ ട്രൈ ക്യാച്ച് ഉപയോഗിക്കേണ്ട പോയിൻ്റൊക്കെ വരുന്നത്. സോ റിയൽ ലൈഫ് റെഫറൻസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ മാനുവലായിട്ടാണ് എറർ ത്രോ ചെയ്തത്. ലേറ്റർ നമുക്ക് ഈ കോഴ്സിൽ നെറ്റ്വർക്ക് റിക്വസ്റ്റ് വരും, സർവർ ഓഫ്ലൈൻ ആവും, ഇൻവാലിഡ് API റെസ്പോൺസ് വരും. ആ ടൈമിലൊക്കെ ബ്രൗസർ ഇറ്റ്സെൽഫ് എറർ ത്രോ ചെയ്യും ആക്ച്വലി. സോ ത്രോ ഈക്വൽ ടു നമ്മൾ എന്ന് വെച്ചാൽ ക്രിയേറ്റ് എററാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ട്രൈ ക്യാച്ച് വെച്ചിട്ട് നമ്മൾ ഈ എററിനെ ഗ്രേസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യണം ആക്ച്വലി. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ബേസിക്കലി എന്താ വെച്ചാൽ കസ്റ്റമർ ത്രോ ചെയ്തു, പക്ഷേ എറർ നമ്മളിവിടെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. സോ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് ക്രാഷ് ആകാതെ ഈ എററൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നത്. സോ ഇപ്പോൾ ആപ്പ് അത്യാവശ്യം ക്രാഷ് ആയിരിക്കുക എന്ന് പറയാം, പക്ഷേ അതുകൊണ്ടാണ് ഈ ബട്ടൺസ് ഒന്നും നമുക്ക് വർക്ക് ചെയ്യാത്തത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വർക്കാവില്ല. സോ അത്യാവശ്യം അവിടെ ക്രാഷ് ആയിരിക്കുന്നത് കാരണം ഈ എറർ നമ്മൾ ത്രോ ചെയ്ത എറർ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി യൂസറിന് നൈസായിട്ട് എറർ മെസ്സേജ് ഷോ ചെയ്യണം, പിന്നെ ഫോൾ ബാക്ക് വാല്യൂസ് സെറ്റ് ചെയ്യണം, പിന്നെ അതിനുശേഷം ഈ ആപ്പിനെ റീകവർ ചെയ്തെടുക്കണം. സോ ഇതൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെയാണ് റിയൽ എറർ ഹാൻഡ്ലിങ്ങും വരുന്നത്, മെത്തേഡ് വരുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പ് അപ്പ് ചെയ്യാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.